നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബാംബു ഡേയോട് ആസ്പദമാക്കിയിട്ട് ചെയ്തതായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. കേൾക്കാന്ന് പറഞ്ഞാലും ഭയങ്കര സൂത്തിങ് എന്നൊക്കെ പറയത്തില്ലേ, കാതിന് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള രീതിയിൽ അതിലൊരു മ്യൂസിക് വരാന്നുള്ളത് സൂപ്പർ. വൈലി ബാംബു ബാൻഡ്, ഇതൊക്കെ എന്താണ് സംഭവം? ഇതിന്റെ പേരെന്താണ്? സത്യത്തിൽ അറിയാനുള്ള വഴിയില്ല, കാരണം ഇതെല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളാണ്. എല്ലാം നിങ്ങൾ എല്ലാത്തിനും ഓരോരോ സെപ്പറേറ്റ് പേരുകളുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്തത്? കാരണം നിങ്ങൾ എല്ലാവരും നാടൻ പാട്ടിന്റെ ആൾക്കാരാണെന്നറിയാം. അതിൽ നിന്ന് ഇതിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു ജേർണി ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ? ശരിക്കും പറഞ്ഞാൽ 2004 നാടൻപാട്ട് സംഘമായിട്ടാണ് ഞങ്ങളുടെ ആരംഭം. അതിനിടയിൽ 2007 ഇന്ത്യ ജപ്പാൻ സൗഹൃദ വർഷത്തിന്റെ ഭാഗമായിട്ട് ജപ്പാനിലൊരു പരിപാടി ചെയ്യാൻ നമുക്കൊരു അവസരം ഉണ്ടായി, നാടൻപാട്ടിന്റെ ടീം. അങ്ങനെ ആ ടീം പോയിട്ട് അവിടെ പെർഫോം ചെയ്തപ്പം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കൂടുതലായിട്ടും അവിടുത്തെ ഒറിജിനേറ്റഡ് ആയിട്ടുള്ള ബാംബു മ്യൂസീഷ്യൻസിന്റെ കൂടെയാണ്. ആ ഒരു ഇൻസ്പിറേഷനാണ് കേരളത്തിന്റെ മുളയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരെയൊക്കെ ചരിത്രം പറയാനുണ്ട്, ഒരുപാട് സംസ്കാരമുള്ളതാണ് മുളയുടെ. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലൊരു സംഘം ക്രിയേറ്റ് ചെയ്തുവിടാം എന്നുള്ളൊരു ചിന്തയാണ് പിന്നീട് പരിണമിച്ചിട്ട് 2011 കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബാൻഡ് ലെവലിലേക്ക്. അപ്പം ഇതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഈ പറയുന്ന ജപ്പാനിലും ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ആണോ ഉള്ളത്? വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങളാണ്. അവരുടെ നാട്ടിലുണ്ടാവുന്ന മുളയും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മുളയും വ്യത്യാസമുണ്ട്. നമ്മുടെ ടീമിലെ തന്നെ 2 പേര്, കുട്ടൻ ആൻഡ് മനു, ഇവർ 2 പേരാണ്. ആരാ കുട്ടൻ, ആരാ മനു? കുട്ടൻ കുട്ടൻ ഓക്കെ, മനു ആരാ? ഇവർ 2 പേരാണ് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മൊത്തം ഉണ്ടാക്കുന്നത്. അവരാണ് അതിന്റെ മൊത്തം ക്രിയേഷൻ ചെയ്യുന്നത്. അടിപൊളി അടിപൊളി. പക്ഷെ ഇവിടെ തീർന്നിട്ടില്ല ഇവരുടെ പെർഫോമൻസ്. ഒരു കിടക്കാച്ചി പെർഫോമൻസ് കൂടെ നമുക്ക് കണ്ടാലോ? അതെ, ഓക്കെ, നമുക്ക് വേണ്ടി ഒരു അടിപൊളി പെർഫോമൻസ് കൂടെ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ പേര് മാറ്റി ബാംബു ബോയ്സ് എന്നാക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുവാണ്. കിടുക്കാച്ചി പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ആദ്യം പ്ലേ ചെയ്തത് നിങ്ങളുടെ ഓൺ കോമ്പോസിഷൻ ആയിരുന്നോ അതോ ഏതെങ്കിലും സിനിമയിലെ വല്ലതായിരുന്നോ? അല്ല, അത് ഞങ്ങളുടെ ഓൺ കോമ്പോസിഷൻ ആണ്. ചേട്ടാ, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ പരിപാടി കണ്ട് ആസ്വദിക്കുന്നതിനോടൊപ്പം ഇതിനെക്കുറിച്ച് ആലോചിച്ചു. ലോകത്ത് ആദ്യം ഉണ്ടായ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഓടക്കുഴലാണ്, മുളയാണ്. ഭഗവാൻ കൃഷ്ണന്റെ ശ്രീകൃഷ്ണന്റെ കയ്യിലും ഓടക്കുഴലാണല്ലോ. എന്തായാലും അത് വെച്ച് ഡെവലപ്പ് ചെയ്ത് ഒന്നല്ല, പല സൈസിലും പല രീതിയിൽ ഇവർ ചെയ്തില്ലേ. അത് എനിക്കൊരു നല്ല കാഴ്ചയായിരുന്നു സംഭവം. മാത്രമല്ല ചെവിക്ക് നമുക്ക് നല്ല ആനന്ദം കിട്ടുന്ന സംഗീതമാണ്. ഇതിനകത്ത് നിങ്ങൾ കുറെ സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ടിരിക്കുന്നു, നന്നായിരിക്കുന്നു കേട്ടോ. വേൾഡ് ബാംബു ഡേയിൽ
ഇതിനേക്കാൾ മികച്ചൊരു പ്രകടനം കോമഡി മാസ്റ്റേഴ്സിന് കൊടുക്കാനില്ല. Correct. You said it. അത്ര ഗംഭീരമായ ഒരു ടീം വർക്കായിരുന്നു, സൂപ്പറായിരുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു കോസ്റ്റ്യൂമും നിങ്ങൾ ചിരിച്ചോണ്ടുള്ള ആ ഒരു പെർഫോമൻസ് Enjoy ചെയ്തിട്ടാണ് ചെയ്യുന്നെ. ശരിക്കും 100% ഇതൊരു ഇന്റർനാഷണൽ പെർഫോമൻസ് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇതിന്റെ മ്യൂസിക് ആരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്? ഹെൽപ്പ് ചെയ്യുന്നതാണോ? സൗണ്ട് എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ നമുക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്തേക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഓക്കെ, യെസ് പ്ലീസ് ജോയിൻ us. യെസ് ടെസ്റ്റ് ചെയ്ത എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ ഫുൾ പെർഫോമൻസ്? ഓ ഭയങ്കര രസമായിരുന്നു. ഇവിടെ നിന്ന് ഇരുന്ന് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം എല്ലാവരും കാണാൻ തന്നെ. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ്സിനൊക്കെ മാച്ചായ ഡ്രസ്സും, അതാണ് ഏറ്റവും രസം കാണാൻ. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നിരിക്കുമ്പോൾ കാണാൻ നമുക്ക് ഇങ്ങനെ ഭയങ്കര നമ്മുടെ മനസ്സിന് ആനന്ദം കിട്ടുന്ന മ്യൂസിക്കൊക്കെ കേൾക്കാം. അതുപോലെ ഒരു രസം തോന്നി. ഇത് മുള വെച്ചിട്ടൊക്കെ ഇത്രയും ഐറ്റംസ് ഞാൻ ആദ്യമായിട്ട് കേട്ടോ, ഇതൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടും, അതെ, ഉറപ്പുള്ള കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. വിത്ത് ദിസ് നമ്മൾ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ സൈഡിൽ നിന്നും ഒരു റേറ്റിംഗ് എന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റാർസ് തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമ്മുടെ മാസ്റ്റേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിക്കണം. യെസ് പക്രുചേട്ടാ, രാജേട്ടാ, തെസ്നിത്ത. കൂടുതലൊന്നും ആലോചിക്കേണ്ട, എത്രയാണ് സാർ എന്നുള്ളത് ചേട്ടൻ പറയും. യെസ് രാജേട്ടാ പറഞ്ഞോളൂ. 5 സ്റ്റാർ. 5 സ്റ്റാർ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ താരവിളയാട്ടത്തിൽ കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് ആൻഡ് ടോപ്പസ്റ്റ് റേറ്റിംഗ് ആണ് 5 സ്റ്റാർ എന്നുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും നമുക്കത് നൽകാനായിട്ട് രാജേട്ടനെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. Yes, here we go. Team വൈലി ബാംബു ബാൻഡിന് ലഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ. അതോടൊപ്പം തന്നെ ഇതാ ഒരു അടിപൊളി സമ്മാനം കൂടെ ഉണ്ട്. ലണ്ടൻ ക്ലാസിക്കിന്റെ ഷർട്ടാണ്. ഓക്കെ,